ഈ നശിച്ച ലോകത്തെ തിരുത്തണമെന്നുള്ള ടീച്ചറുടെ വിശ്വാസങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാനിന്ന് സൈമനിട്ട് പണി കൊടുത്തു. പക്ഷേ ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിൻ്റെ വാതിൽ അന്ന് എൻ്റെ മുന്നിൽ അടഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെയും ടീച്ചറുടെയും വഴികൾ രണ്ടാണ്. ഞാനെന്നും എൻ്റെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. ടീച്ചറെ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് പിന്നീട് ഞാനിങ്ങോട്ട് വരാതിരുന്നത്. കൈവെള്ളയിൽ കാലന്റെ കണക്കും ശരീരത്തിന് ലക്ഷ്യത്തിന്റെ വിലയുമിട്ടാണ് ഞാൻ എത്ര നാളും ജീവിച്ചത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ട്രപ്പീസ് കളിക്കാരനായിരുന്നു ബിലാൽ. കണ്ട മാറുപാടുകളുടെയും സിനിമാക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എറിഞ്ഞു കൊടുത്ത് മരണക്കളി കളിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ ഈ അടുത്ത റോട്ടിൽ ഇത്ര അടുത്ത് ഒരു രാത്രി മുഴുവൻ ചോര വാർന്നു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കടന്നു. ഞാൻ എന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ബിലാലെ, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കുകയല്ലേ വേണ്ടത്? അമ്മ നമ്മളെ എടുത്ത അതേ തെരുവിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ബിലാൽ പറയുന്നത്. മേരി ടീച്ചറിന്റെ വിശ്വാസങ്ങളെ ഒരിക്കൽ കൂടി തോൽപ്പിക്കുക. ആ പഴയ കുപ്പയുടെ എനിക്കൊരു താല്പര്യമില്ല. ഈ നാറിയ തെരുവിലേക്ക് മടങ്ങിപ്പോനായിരുന്നെങ്കിൽ അമ്മ നമ്മളെ വളർത്തി എന്തിനാണ്? ഇത് നമ്മുടെ പഴയ കൊച്ചിയൊന്നുമല്ല. നിനക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങൾക്കോ ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത നമുക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മ മാത്ര. അമ്മ ഈ റോട്ടിൽ ചോര ഒലിച്ചു കിടന്ന് മരിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണം. അത്രേ ഭായ് പറഞ്ഞുള്ളൂ. മുരുക, അമ്മ കുടുംബം എന്നൊക്കെ പറഞ്ഞ് വെറുതെ സിനിമ ഡയലോഗ് അടിക്കല്ലേ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കുറച്ച് ദിവസം കൂടെ നമ്മളിവിടെ ഇങ്ങനെ തന്നെ കാണും. അതിന് നീ പേടിക്കാൻ വിഷമിക്കൊന്നും വേണ്ട. നമസ്കാരം വക്കീലെ. ഇരിക്കൂ. ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറിലായിരുന്നു. എന്റെ ഭായ് അതൊന്ന് വായിക്കേ. നിങ്ങൾ 4 പേർക്കുമായിട്ടാ തറവാടും കടലിനടുത്തുള്ള ആ പഴയ ഗോഡൌണും എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 4 പേർക്കും തുല്യാവകാശം. പക്ഷേ ഗോഡൌൺ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നടത്തിപ്പ് അവകാശം എഡ്ഡിക്കാണ്. എഡ്ഡി അവിടെ നടത്തുന്ന ബിസിനസിന്റെ ലാഭത്തിൽ 50% നിങ്ങൾക്കെല്ലാവർക്കും കൂടി.
ബാക്കി 50% ടീച്ചർ നടത്തിപ്പോന്നിരുന്ന അനാഥ മന്ദിരത്തിനും. ഇതാണ് വ്യവസ്ഥ. ഇറങ്ങാം. ആ, ഒരു കാര്യം മറന്നു. ആ, ബർത്ത് സർട്ടിഫിക്കറ്റാ. നിങ്ങളുടെ നമുക്കിതില്ല. കൊച്ചിയിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ ഉണ്ടെങ്കിൽ സീസണുള്ള 6 മാസം കൊണ്ട് നല്ല കാശിങ് പോലും. ഹെറിറ്റേജ് ഹോട്ടലിന് ഇതിലും പറ്റിയൊരു സ്ഥലമുണ്ടോ? ഇവിടെയായിരിക്കും ലോബി, അവിടെ ട്രാവൽ ഡെസ്ക്, പിന്നെ ഈ മുറികളൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം. പിന്നെ അവിടെ അവിടെ എന്താ പണിയാൻ പോകുന്നേ? അവിടെ ഒന്നും പണിയുന്നില്ല. അല്ല, എന്താ പരിപാടി? അവിടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയുള്ള കാര്യത്തിനായിട്ട് കുളമൊക്കെ പിന്നെ കുത്താം. ഇപ്പൊ എന്താ പരിപാടി എന്നാ ചോദിച്ചു. സെലീനയും പിള്ളേരോട്ടൊന്ന് പള്ളിയിൽ പോകണം. ഓ, ഞങ്ങൾ ഏതായാലും കുറച്ച് പതുക്കേ ഉള്ളൂ. നീ വിട്ടോ. ശരി. കൊമ്പൻ സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് പുളയ്ക്കുന്ന ഈ കൊച്ചിയിൽ നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാൽ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് നമ്മൾ ആരെ അന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് ബെസ്റ്റ് സ്ത്രീകളാ. കലക്കി സതീശൻ. താങ്ക്സ്. ഈ ടീം ഏതാ? ആ, അതാ പുതിയ പിള്ളേരാ. അറുക പാർട്ടികളാ. മുരുക, പാർട്ടി കിടുക. എന്തേ അതേപോലെ എത്ര നാളായി ഇക്ക കണ്ടിട്ട്. അല്ല, മുരുകനിക്ക ഉണ്ടല്ലോ പഴയ അതേ അടി. ചായയിൽ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ? അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ഷംസുൻ എന്താ കുടിക്കാൻ വേണ്ടത്? പെറ്റ ഉമ്മച്ചിയാണ് ഇക്ക. ഞാൻ പണ്ടത്തെ പോലെ അല്ല, ഭയങ്കര ഡീസൻ്റ് ആയി. പകല് റമ്മ് മാത്രം കഴിക്കുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ റമ്മ് മാത്രം കഴിക്കുള്ളൂ. എന്തിനാടാ അടിക്കുമ്പോൾ തൊട്ട് നോക്കാനാ? ഏയ്, ഇത് ഭയങ്കര ബിസിനസ് അല്ലേ. ഷംസൂന്ന് കേട്ട സായിപ്പന്മാരിപ്പോ വിറയ്ക്കും. ഇത് കണ്ട അൽസേഷനാ, ഉറ്റനോ. ഇത് ജർമ്മൻ ഷിപ്പ്യാർഡ്. കണ്ണമാലിപ്പള്ളിയിൽ അവിടെ നിന്ന് കിട്ടിയതാ. കഴിഞ്ഞ സീസണിൽ പൂച്ചയായിരുന്നു ബിസിനസ്. ഇത് കണ്ട ഒരു നായിന്റെ മോൻ പൂച്ച പണി തന്നതാ. അന്ന് ഷെഡിൽ കയറിയതാ, പിന്നെ സീസൺ കഴിഞ്ഞാ ഇറങ്ങിയ. തുമ്മാരെയും സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കിടുങ്ങാമണിയും കടിച്ചോണ്ട് പോവും. പോവും. അതല്ലേ ഇവന്മാരെ ഞാൻ കക്ഷത്തിലിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത്. സതീശ, കാശത്രേ? ടീച്ചറിന്റെ കാര്യത്തിലിക്ക നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചോൻ ചിലപ്പോ ചില കൈവിട്ട കളി. അങ്ങനെ അല്ലിക്ക, പിള്ളേരൊക്കെ പറയണത് പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുണ്ട സേവിയ? അവനിപ്പോ റിട്ടയർഡാ.
പകരം അവന്റെ ഒരു അനിയനൊരു ആറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവന്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണിയിൽ നടക്കിയിരിക്കാം. ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കും, പുറത്തെടുക്കണ്ട, കണ്ട പിള്ളേര് പേടിക്കും. എനിക്കില്ലേ? നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം, ഓടാ. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്കിൽ മരിച്ചു. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി, പിന്നെ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേന് നമ്മ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്നെ തരണത്? സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അന്ധകാര കോളേജിലുണ്ടല്ലോ, അവനെ പോയി പൊക്കണപ്പാ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. നീ എന്തിനാണ് അവനെ തല്ലിയത്? ഒറ്റ കിട്ടുമ്പോ പണി തരുവേ. എന്റെ ബ്രദർ ഉള്ളപ്പോഴാണ്. ഭായ്, ആ പോലീസ് വിറ്റ്നസ്. ചേർത്തി, മോർണിംഗ് ഉണ്ടേ? നിനക്കുറിച്ച് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും കൊടുത്തേക്കല്ലേ? കാലത്തെ വള്ളം വലയേട്ടങ്ങാട്ടാണ്. ഓ, ഒന്ന് വീശാൻ പോണേന്ന്. വലയേട്ടാ ചുള്ളിക്ക് വഴിയൊന്നും പോകണ്ടട്ടാ, ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചോ. 2 ദിവസം കഴിഞ്ഞ് നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. എന്റെ ഭായ, അത് നമ്മുടെ പഴയ സ്റ്റോക്കാ. അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി? 2 പിള്ളേരായില്ലേ, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? നിന്നെ കേട്ടാൻ വന്നവർ രക്ഷപ്പെട്ടു എന്ന് പറ.